രാത്രി ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല കളറും ഒക്കെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതൊരു തവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സവോളയും 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്ക്. സവോള അതേപോലെ മുറിച്ച് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. രാത്രി നമ്മൾ പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 പച്ചമുളക് നെടുകെ പിളർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ്, കല്ലുപ്പ് കലക്കി വെച്ചതാണ്, അതൊരു 1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ നന്നായി ഒന്ന് ഇളക്കി എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് ചിക്കൻ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ എണ്ണ കുറച്ച് മതി കേട്ടോ. 1 ടീസ്പൂൺ മാത്രമേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നും ഇളക്കി ഒന്നിങ്ങനെ ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് വാങ്ങി വെക്കുന്നത്. ഇത് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. 10 മിനിറ്റ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ടേസ്റ്റി കറിയാണ്. ദോശയ്ക്ക് ഒക്കെ കഴിക്കാൻ, എല്ലാ അപ്പത്തിനും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു കറിയാട്ടോ. പിന്നെ ഞാൻ ദോശ ചുടാൻ തുടങ്ങിയേ. ദോശ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, നല്ല ദോശയാട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ഒന്നും സപ്പോർട്ട് ചെയ്യണേ.